അതിൻ്റെ അടുത്തേക്ക് എത്തുക. ചെറിയൊരു വിട്ടുവീഴ്ചൻ്റെ ഒരു കാരണം പറയാനുണ്ടെങ്കിൽ ഉടനെ തന്നെ പോകണമെന്ന ചിന്തയാണ്. അങ്ങാടിയിൽ ഒന്ന് രണ്ടാളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ വാങ്ക് കൊടുത്തപ്പോൾ ഒരാൾ മറ്റേ രണ്ടാൾക്കാരെ വിളിച്ചു, നമ്മൾ ജമാഅത്തിന് പോകല്ലേ. അപ്പം അതുവരെ അങ്ങാടിയിൽ നിന്നാൾ ജമാഅത്തിന് പോകാൻ ഒരു തടസ്സമില്ല, പക്ഷെ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. അപ്പം അയാൾ പറഞ്ഞു, എൻ്റെ ഡ്രസ്സ് അത്ര ശരിയില്ലാന്ന് തോന്നുന്നുണ്ട്. ഇവർക്ക് തോന്നുകയാണ് ജമാഅത്തിന് പോകണ്ടെന്നുള്ളവർക്ക് മറ്റാൾ തോന്നിപ്പിച്ചാണ്, ഇങ്ങനെങ്കിലും നീ പറഞ്ഞ് രക്ഷപ്പെട്ടോ. അപ്പം അയാൾ പറഞ്ഞു, എൻ്റെ ഡ്രസ്സ് അത്ര ശരിയില്ലാന്ന് തോന്നുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് മാറ്റണം. എന്താ ഇതുവരെ അങ്ങാടിയിൽ നിന്ന് വർത്തമാനം പറഞ്ഞ് ചായ കുടിച്ച് സാധനങ്ങൾ മേടിച്ച് ഒരു പ്രശ്നമില്ല, ആ ഡ്രസ്സിനൊരു കുഴപ്പമില്ല. ശുദ്ധിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും നിസ്കാരം ബാത്തിലാകുന്ന തരത്തിലുള്ള ഓട്ടയുണ്ടോ? ഇല്ല. അതിൽ മൂത്രമായിട്ടുണ്ടോ? വേറെന്തെങ്കിലും? ഒന്നും ആയിട്ടില്ല. പക്ഷെ പറയാൻ പിന്നെ അതേ മാർഗമുള്ളൂ. അപ്പോൾ ഡ്രസ്സ് ശരിയില്ല, ഞാൻ ഒന്ന് പോയി വരട്ടെ. എന്താ എത്ര പെട്ടെന്നാ പിറകോട്ട് പോകുന്നത്. ഡ്രസ്സില്ലാതെ കഷ്ടപ്പെട്ട് കരിമ്പടം പൊതച്ചുകൊണ്ട് ജമാഅത്തിന് വന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. കരിമ്പടം പൊതച്ചിട്ട്. കരിമ്പടം എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകൂല. പിന്നെ കമ്പിളി എന്ന് പറയേണ്ടി വരും, അപ്പോൾ വേഗം മനസ്സിലാവും. ആരും ഉടുത്ത് നടക്കാത്ത ഒന്നല്ലേ കമ്പിളി. അത് വിരിക്കാനോ പുതക്കാനോ അല്ലേ ഉപയോഗിക്കല്. അങ്ങനെയുള്ള വസ്ത്രം ഉടുത്തിട്ട് നമ്മൾ വരുമോ വീട്ടിൽ നിന്നൊന്ന് അയൽവക്കത്തെ വീട്ടിലേക്ക്? അങ്ങാടിയൊക്കെ നിൽക്കട്ടെ. കരിമ്പടം ധരിക്കേണ്ട അവസ്ഥ വന്നുപോയി. ഒന്നും വസ്ത്രം ധരിക്കാനില്ലാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് വല്ലതും തരുമോ എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റൂമിലേക്ക് മാറി നിന്നിട്ട് സുബ്ഹാനല്ലാഹ് ധരിച്ച വസ്ത്രം അഴിച്ചിട്ട് ആ മനുഷ്യനങ്ങ് കൊടുത്തുപോയി. ജമാഅത്തിന് വരാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മതിയായ വസ്ത്രമില്ല. പിന്നെ വീട്ടിലുള്ള കരിമ്പടമാണുള്ളത്. അത് മഹാനവറുകൾ വസ്ത്രമാക്കി ഉടുത്തിട്ട് മറയാക്കി ഉടുത്തിട്ട് പള്ളിയിലേക്ക് വന്നുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം അന്നിറങ്ങിയത് കരിമ്പട വേഷത്തിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ജിബ്രീലേ, എന്താണ് ഇന്ന് കരിമ്പടം ധരിച്ച് വന്നിരിക്കുന്നത്? ഞാൻ മാത്രമല്ല നബിയേ, വാനലോകത്തുള്ള മലക്കുകളുടെ മുഴുവൻ വേഷവും ഇന്നിതാണ്. എല്ലാ മലക്കുകളും ഇതേ വേഷത്തിലാണ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് എല്ലാവരും ഈ വേഷം ധരിച്ചുപോയി. അതേ വേഷത്തിലാണ് ഞാനും വന്നിരിക്കുന്നത്. മദീന പള്ളിയുടെ ഉള്ളിലേക്ക് ജമാഅത്തിന് വരുന്നൊരു സ്വഹാബി സയ്യിദുന മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വസ്ത്രത്തിൽ അഴുക്കുണ്ട് എന്ന് പറഞ്ഞ്, ചെറുപ്പക്കാരാ, ജമാഅത്തിന് കൂടാതെ വണ്ടിയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പായണ്ട. അല്ലാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുമ്പോ മനസ്സിലൊരു മണിമുഴക്കമുണ്ടാകണം, ജമാഅത്തിനൊരു ദാഹമുണ്ടാകണം. അതൊരു ഈമാനാണ്, തഖ്വയാണ്. അവല് ജമാഅത്ത് തന്നെ കിട്ടണമെന്ന ശാഠ്യമുണ്ടോ? അത് തഖ്വയുടെ അങ്ങേയറ്റമാണ്. ഒന്നാമത്തെ റക്അത്ത് തന്നെ കിട്ടണം, അതിലൊന്നാമത്തെ തക്ബീർ തന്നെ കിട്ടണം. അത് തഖ്വയുടെ പരമാവധിയാണ്. അപ്പോഴേ അങ്ങനെ ആകുള്ളൂ. അല്ലാതെ മനസ്സിരുത്തിയിട്ട് ഓരോന്നും ചിന്തിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, പൂതി വെച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. കഠിനാധ്വാനം നമ്മുടെ ഭാഗത്തിനൊന്നുണ്ടാകണം. അപ്പോഴാണ് തഖ്വയുടെ പാരമ്യതയിലേക്ക്, അതിൻ്റെ പരമാവധിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. മക്കയിൽ ജീവിക്കുമ്പോൾ കോടീശ്വരൻ്റെ മകനായി ജീവിച്ച ആളാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. തൻ്റെ ബാപ്പ ഉമൈർ കോടീശ്വരനാണ്. പക്ഷേ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഒരൊറ്റ സമ്പത്തും കൊടുക്കാതെ വിട്ടേച്ചു പോയി. മദീനയിലെത്തിയ മുസ്അബ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാർ ഇരിക്കുന്ന മദീന പള്ളിയിലേക്ക് വരുന്നത് ആടിൻ്റെ തോലണിഞ്ഞിട്ടാണ്. ആടിൻ്റെ തോല് വസ്ത്രമാക്കി അണിഞ്ഞിട്ട് അതിൻ്റെ തായ്ഭാഗം ഇങ്ങനെ കൈകൊണ്ട് കൂട്ടി പിടിച്ചിട്ടുണ്ട്.
കാൽമുട്ടിൻ്റെ ഭാഗത്ത് വെളിവായിട്ട് ഔറത്ത് കാണുമോ എന്ന് കരുതിയിട്ട് ആ വരവിങ്ങനെ കണ്ടപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ ഉൻളുറു ഇലാ ഹാദാ, മുസ്അബ് തങ്ങളിലേക്കൊന്ന് നോക്കൂ സ്വഹാബാ, കൈഫ ഫഅല ബിഹിൽ ഈമാൻ, ഈമാന് വരുത്തിയ പരിവർത്തനം എത്രയാണ്. സന്തോഷത്തോടെ ജീവിക്കേണ്ട മുസ്അബ് റളിയല്ലാഹു അൻഹു, തൻ്റെ ബാപ്പ കോടീശ്വരനാണ്, കോടീശ്വരനായ ബാപ്പാന്റെ കൂടെ മക്കയിൽ ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാം, ഏറ്റവും നല്ല വാഹനത്തിൽ സഞ്ചരിക്കാം, ഏറ്റവും നല്ല വീട്ടിൽ അന്തിയുറങ്ങാം. ഇതെല്ലാം ഒഴിവാക്കി ഒരു വസ്ത്രം പോലും സാധാരണ രൂപത്തിൽ ധരിക്കാനില്ലാഞ്ഞിട്ടും ആടിൻ്റെ തോല് ശുദ്ധിയാക്കി ഊറക്കിട്ട് വൃത്തിയാക്കി അത് വസ്ത്രമാക്കി ധരിച്ച് പള്ളിയിൽ വന്നത് കണ്ടില്ലേ? കൈഫ ഫഅല ബിഹിൽ ഈമാൻ, ഈമാൻ അവരിൽ വരുത്തിയ പരിവർത്തനം എത്രയാണ്. സഹോദരങ്ങളെ, അവർ സ്വീകരിച്ച തഖ്വയുടെ പരമാവധിയില്ലേ? ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് സാധ്യമാകുന്ന അത്രയും അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം, തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണം. ഉമ്മമാരെ, സഹോദരിമാരെ, ഏറ്റവും കൂടുതൽ തഖ്വക്ക് പ്രാധാന്യമുള്ള കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നതിൽ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾ അംഗീകരിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ കഴിവിൻ്റെ പരമാവധി മുന്നോട്ട് പോകാൻ കഴിയുമോ? എങ്കിലേ നമുക്ക് വിജയമുള്ളൂ. ആ ആയത്തിൻ്റെ അവസാനം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ കാര്യം ഇങ്ങോട്ട് മാറ്റിവെക്കണം. എന്താണ് ആ കാര്യം? വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സ്വന്തം ശരീരത്തിൻ്റെ പിശുക്ക്, നന്മ ചെയ്യാനുള്ള പിശുക്ക്, അത് മാറ്റണം. നന്മ ചെയ്യാനുള്ള പിശുക്ക്, അതാണ് നമ്മെ പിടികൂടിയിരിക്കുന്നത്. ഖൈറാത്തിലേക്ക്, നന്മകളിലേക്ക് പിശുക്കാൻ ശരീരം കൊടുക്കാൻ ആളുകൾ തയ്യാറല്ല. നമ്മളെ ശരീരത്തിൻ്റെ ഒരു അധ്വാനം നന്മയിലേക്ക്, നന്മയുടെ മുഖങ്ങളിലേക്കൊക്കെ ശരീരം കൊണ്ട് കഠിനാധ്വാനം. ആ കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം കിട്ടും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല സഹായം കിട്ടും. അവരുടെ നോട്ടം ലഭിക്കും. അവർ നമ്മളെ സഹായിക്കാനും അവർ നമ്മളെ വേണ്ട കാര്യങ്ങളിലേക്ക് ഉയർത്താനും എല്ലാ നിലക്കുള്ള സഹായങ്ങൾ ചൊരിച്ചു തരും. അതിന് തഖ്വയുടെ പാരമ്യതയാകുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും.